ബൈബിളിലെ 7-ാമത്തെ പുസ്തകത്തിൽ ആദ്യം കടന്നുവരുന്ന വ്യക്തിയുടെ പേര് ജോഷുവ. അദോണി-ബെസെക്കിൻ്റെ മേശയ്ക്കു കീഴിൽ കൈകാലുകളുടെ പെരുവിരൽ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്? 70. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ട ജനവിഭാഗം അമോര്യർ. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ അടിമവേല ചെയ്യിപ്പിച്ചത് ആരെക്കൊണ്ടാണ്? കാനാൻകാരെ. പിതാവിനോട് തനിക്ക് സമ്മാനം തരണമെന്നാവശ്യപ്പെടുന്ന മകൾ ആര്? പിതാവ് ആര്? അക്സ, കാലേബ്. കർത്താവിൻ്റെ ദൂതൻ ഇവിടെ നിന്ന് ഹോക്കീമിലേക്ക് ചെന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗിൽഗാൽ. കർത്താവിൻ്റെ ദൂതൻ അറിയിച്ചപ്പോൾ ഇസ്രായേൽക്കാർ ഉച്ചത്തിൽ ചെയ്തതെന്ത്? കരഞ്ഞു. ഏത് പർവ്വതത്തിൻ്റെ വടക്കാണ് ജോഷുവയെ അടക്കിയത്? ഗാഷ്. ആരെ എതിർത്ത് നിൽക്കാൻ ഇസ്രായേൽക്കാർക്ക് കഴിഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാർ 2:14 പറയുന്നത്? ശത്രുക്കളോട്. തങ്ങളുടെ ആചാരങ്ങളും അവൾ ഉപേക്ഷിച്ചില്ല. മർക്കടമുഷ്ടിയും. ലബനോൻ മലയിൽ താമസിച്ചിരുന്നത് ആര്? ഹിവ്യർ. അനാത്തിൻ്റെ മകൻ്റെ പേര് ഷംഗാർ. രാജാവ് ആരോടാണ് പുറത്തു പോകാൻ ആജ്ഞാപിച്ചത്? പരിചാരകരോട്. ഇടത്തുകൈയനായ വിമോചകൻ ഏഹൂദ്. ആരാണ് കുഷാൻ റിശായത്തിനു മേൽ ആധിപത്യം സ്ഥാപിച്ചത്? ഒത്നിയേൽ. ന്യായാധിപന്മാരുടെ 4-ാം അധ്യായത്തിൽ കടന്നുവരുന്ന വിമോചകർ ആരെല്ലാം? ദബോറ, ബാരക്ക്. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ രാജാവ്? യാബീൻ. ബാരക്കിനെ നയിക്കുന്നത് കർത്താവാണെന്ന് ബാരക്കിനെ ബോധ്യപ്പെടുത്തിയത് ആര്? ദബോര. ന്യായാധിപന്മാർ 4:10 അനുസരിച്ച് മോശയുടെ അമ്മായപ്പൻ ആര്? ഹോബാബ്. ബാരക്കിൻ്റെ പിതാവ് അബിനോവാം. ദബോറയുടെ കീർത്തനം ന്യായാധിപന്മാരുടെ ഏത് അധ്യായത്തിലാണ് കാണുന്നത്? 5. ആരുടെ മകനാണ് ശംഗാർ? ആനാത്ത്. ഏത് ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി? കർത്താവിൻ്റെ. ആരുടെ പ്രഭുക്കന്മാർ ദബോറയുടെ കൂടെ വന്നു? ഇസ്സാക്കറിൻ്റെ. അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ചെന്നി കുത്തിത്തുളച്ചു.